അതെ, ഇന്ന് ഞാൻ വിചാരിച്ചു റൈസ് കുക്കറിനകത്ത് ചോറ് വെക്കാമെന്ന്. ഞാൻ സാധാ ഇതിനകത്ത് ചോറ് വെച്ചിട്ടേ ഇല്ല. നമുക്കിത് ഗിഫ്റ്റ് കിട്ടിയതാണ്. ഇതുവരെ ആയിട്ട് നമ്മളിത് യൂസ് ചെയ്തിട്ടില്ല. എന്നാൽ വിചാരിച്ച് ഇന്ന് എന്തായാലും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അങ്ങനെ വിചാരിച്ച് ഞാൻ കലമെടുത്ത് വെള്ളം തിളപ്പിച്ച് നന്നായിട്ട് വെള്ളം തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് അരി കഴുകി ഇട്ട് കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് ഒരു 10 മിനിറ്റെങ്കിലും തിളപ്പിച്ചെടുക്കണം. നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം വേണം നമ്മൾ റൈസ് കുക്കറിലോട്ട് റിങ്ങിട്ട് അതെടുത്ത് വെച്ച് കഴിഞ്ഞ് അടച്ച് വെക്കാനായിട്ട്. ഇപ്പോൾ ഇന്ന് വൈകിട്ട് ഒരു 7 മണിയൊക്കെ ആകുമ്പോഴാണ് എടുത്ത് വെക്കുന്നതെങ്കിൽ രാവിലെ പിറ്റേ ദിവസം രാവിലെ 7 മണി 8 മണിയാകുമ്പോൾ തുറന്ന് നോക്കിയാൽ മതി. അത് ഓരോരുത്തരുടെയും അരികളുടെ വ്യത്യാസം അനുസരിച്ചിട്ടാണ് വേവ് വരുന്നത്. പെട്ടെന്ന് വേകുന്നതാണെന്നുണ്ടെങ്കിൽ അതിന് മുന്നേ നമ്മൾ തുറന്നെടുക്കണം. ഞാനിപ്പോൾ 5 ആനയുടെ അരിയാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് എനിക്ക് തലേന്ന് തുറന്ന് കറക്റ്റ് സമയത്തിന് എടുത്താൽ മതി. അപ്പോൾ കറക്റ്റ് പരുവത്തിന് കിട്ടിയിട്ടുണ്ട്, നല്ലതായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇത് വാർക്കണം. വെള്ളമെല്ലാം വാർത്തെടുത്തിട്ട് പിന്നെ നമ്മൾ ഒന്നും കൂടെ ഒരു 10 മിനിറ്റ് അത് കുനിച്ചിട്ട് വാർത്തതിന് ഇട്ടേക്കണം. എന്നിട്ട് വേണം ഒരു 2 സെക്കൻഡെങ്കിലും തീയിൽ വെച്ച് നമ്മൾ അതിനടിയിൽ വെള്ളം ഉണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് പറ്റിച്ചെടുക്കാനായിട്ട്. നിങ്ങളെങ്ങനെയാണ് റൈസ് കുക്കറിൽ കുക്ക് ചെയ്യുന്നത്? ഇങ്ങനെ തന്നെയാണോ എങ്ങനെയാണ് കുക്ക് ചെയ്യുന്നതെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണം. അതുപോലെ നമ്മുടെ വീഡിയോ കണ്ടതിന് ശേഷം ലൈക്കും കമൻറ്റും ചെയ്യണം. ഓക്കെ, താങ്ക് യു.